ഭഗവാനെ, കാലമെന്നതെന്താണ്? ഞാൻ എന്തു ചെയ്താലും ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് തോന്നുന്നു. അതൊരു ദൈവനിശ്ചയമാണോ, അതോ എന്റെ തന്നെ മുൻജന്മ കർമ്മഫലമോ? ഭക്താ, കാലമെന്നത് ഒഴുകുന്നൊരു നദിയല്ലേ? അതിലെ ഓരോ ഓളവും ഓരോ നിമിഷവും. ചിലപ്പോൾ നീ ആ ഒഴുക്കിനൊത്ത് നീന്തുന്നു, മറ്റു ചിലപ്പോൾ അതിനെതിരെ. പക്ഷേ നദിയുടെ ഗതി നിർണയിക്കുന്നത് നീ തന്നെയാണെന്ന് ഓർത്തോളൂ. നിന്റെ ചിന്തകളും പ്രവൃത്തികളും തന്നെയാണ് നദിയുടെ കരകളും. പിന്നെ ദൈവനിശ്ചയമെന്നോ കർമ്മഫലമെന്നോ? കർമ്മണ്യേവാധികാരസ്തേ, എന്നെ മറന്നോ? മുൻജന്മത്തിലെ കഥയുടെ തിരക്കഥാകൃത്ത് നീയായിരുന്നു. ഈ ജന്മത്തിലെ സംവിധായകനും നീ തന്നെ. ഭാവിയെക്കുറിച്ചോർത്ത് ഭയന്നാൽ വർത്തമാനത്തിലെ ഈ വെണ്ണയുരുളയുടെ രുചി നീ അറിയാതെ പോകില്ലേ? കൃഷ്ണ, ഞാൻ എന്തു ചെയ്താലും പറഞ്ഞറിയിക്കാനാവാത്തൊരു ദുഃഖം എപ്പോഴും നിഴലുപോലെ പിന്നാലെയുണ്ട്. സന്തോഷം വരുമ്പോൾ പോലും അതിനപ്പുറമൊരു ശൂന്യത ഞാൻ കാണുന്നു. എന്താണ് ഈ ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും യഥാർത്ഥ സ്വഭാവം? ദുഃഖവും സന്തോഷവും ഭക്താ, ഒരേ നാണയത്തിന്റെ ഇരുപുറങ്ങളല്ലേ? ബോസ്, നീ നിന്റെ മനസ്സാകുന്ന ചുമരിൽ അവയെ മാറി മാറി വരയ്ക്കുന്നു. ഒരുപക്ഷേ അവ രണ്ടും വെറും തോന്നലുകളോ? നീ ചിരിക്കുമ്പോൾ ആ ചിരിക്കപ്പുറം മറ്റൊരു ചിന്തയില്ലെങ്കിൽ ദുഃഖമെവിടെ? നീ ദുഃഖിച്ചിരിക്കുമ്പോൾ ആ ദുഃഖം നീയാണെന്ന് ഭാവിക്കാതിരുന്നാൽ പിന്നെ വേദന എവിടെ? വെയിലും മഴയും പോലെയാണവ, വന്നു പോകും. നീയാകുന്ന ആകാശം മാത്രം ശാന്തമായി നിലകൊള്ളുക. ആകാശത്തിൽ നീ കാണുന്ന പ്രതിബിംബങ്ങൾ ആകാശത്തെ ബാധിക്കുമോ? ഭഗവാനെ, ഈ ലോകം, ഈ കാണുന്നതെല്ലാം യാഥാർത്ഥ്യമാണോ, അതോ അങ്ങ് പറയുന്നതുപോലെ ഒരു മഹാമായയുടെ കളിയോ? ഞാൻ ഇവിടെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ചിലപ്പോൾ ഇതെല്ലാം ഒരു സ്വപ്നം പോലെ മാഞ്ഞു പോകുമെന്നും. എന്താണ് ഈ സത്യം? നീ കാണുന്ന ഈ ലോകം ഭക്ത, എന്റെ ഒരു ലീലാരംഗമല്ലേ? മായ എന്നാൽ ഇല്ലാത്തതെന്നല്ല, ഉള്ളതിനെ മറയ്ക്കുന്നൊരു തിരശ്ശീലയാണത്. ആ തിരശ്ശീല നീക്കുമ്പോൾ നീ കാണുന്നത് എന്നെ തന്നെയാണ്. പിന്നെ നീ ഇവിടെയുണ്ടോ ഇല്ലയോ എന്ന സംശയമോ? നീ ഇല്ലാതെ എനിക്കെങ്ങനെ ഈ കളി കളിക്കാൻ കഴിയും? നീയും ഈ കളിയുടെ ഭാഗമാകുമ്പോൾ അല്ലേ ഇതിനൊരു രസമുള്ളൂ. സർവം ഖൽവിദം ബ്രഹ്മ എന്നറിഞ്ഞാൽ പിന്നെ മായ എവിടെ, സത്യമെവിടെ? കൃഷ്ണ, ഞാൻ ഒരാളെ ഏറെ സ്നേഹിക്കുന്നു. എന്റെ ഹൃദയം മുഴുവൻ അവൾക്കാണ്. പക്ഷേ ആ ബന്ധം നഷ്ടപ്പെടുമോ എന്ന ഭയം എന്നെ വല്ലാതെ അലട്ടുന്നു. സ്നേഹമെന്നാൽ ബന്ധനമാണോ? അത് നമ്മെ ദുർബലരാക്കുകയല്ലേ ചെയ്യുന്നത്? സ്നേഹം ഭക്ത, അതൊരു ഒഴുക്കാണ്. കെട്ടിനിർത്താൻ ശ്രമിച്ചാൽ അത് വിഷമാകും. പുഴയെ കയ്യെ കൊള്ളിലൊതുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സ്നേഹിക്കുക, എന്നാൽ സ്വന്തമാക്കാൻ ശ്രമിക്കാതിരിക്കുക. ബന്ധനമല്ല സ്നേഹം, മറിച്ച് സ്വാതന്ത്ര്യമാണ്. പ്രതീക്ഷകളില്ലാതെ സ്നേഹിക്കുമ്പോൾ അവിടെ ഭയമില്ല, നഷ്ടബോധമില്ല. ആ നിർമ്മലമായ സ്നേഹത്തിൽ എന്റെ സാന്നിധ്യം നീ എന്നും അറിയും, ഒരു കുളിർ കാറ്റുപോലെ. എന്താണ് ഈശ്വരനിലേക്കുള്ള ശരിയായ മാർഗം കൃഷ്ണ? ഒരുപാട് വഴികളുണ്ടെന്ന് പറയുന്നു. ഞാൻ ഏതു വഴി തിരഞ്ഞെടുക്കണം? ഓരോ ദിവസവും ഞാൻ ശരിയായ പാതയിലാണോ എന്ന് സംശയിക്കുന്നു. ഭക്ത, വഴി തെറ്റുന്നത് പുതിയ വഴികൾ കണ്ടെത്താനല്ലേ? 1000 വഴികളുണ്ടെങ്കിൽ 1000 ലക്ഷ്യങ്ങളും ഉണ്ടാവില്ലേ? എന്നാൽ എല്ലാ വഴികളും ചെന്നെത്തുന്നതോ? പാതയേക്കാൾ പ്രധാനം യാത്രയും ആ യാത്രയിലെ നിന്റെ ഭാവവുമാണ്. നീ നടക്കുന്ന ഓരോ ചുവടും എന്നിലേക്കുള്ളതാണ്. വഴിയിൽ ഞാൻ നിനക്ക് വെളിച്ചമായി മുന്നിലുണ്ടാകും, നിഴലായി പിന്നിലുമുണ്ടാകും. നീ ധൈര്യമായി മുന്നോട്ടു പോവുക. സംശയം വരുമ്പോൾ ഈ ഓടക്കുഴൽ നാദം കേൾക്കാൻ ശ്രമിക്കുക. അത് നിനക്ക് വഴി കാണിച്ചു തരും.